പ്രിൻ്റർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതാണ് നോക്കുന്നത്. അതിനാദ്യം നമ്മളൊരു ഫോട്ടോ മൊബൈലിലെടുത്ത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റേണ്ടതുണ്ട്. വാട്സപ്പ് വഴി മാറ്റുക. അതിന് ശേഷം റിമൂവ് BG എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തുറന്നിട്ട് അതിൽ ഈ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ നമ്മൾ ഡെസ്ക്ടോപ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള ഫോട്ടോ നമുക്ക് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം റിമൂവ് ആവും. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതിൻ്റെ ശേഷം നമുക്ക് മുകളിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ കളറിൽ നമുക്ക് വേണ്ട കളറുകൾ നീല, വെള്ള അല്ലെങ്കിൽ ഗ്രേ ഏത് കളറാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. അതിന് ശേഷം ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന പ്രിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് കിടക്കുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്, പക്ഷേ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോ ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക. അതിന് ശേഷം ക്ലിയർ കൂട്ടാനുള്ള C എന്ന ഐക്കണുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിലും നേരത്തെ ചെയ്ത പോലെ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ലാസ്റ്റുള്ള പിക്ചർ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത പിക്ചറായിരിക്കും അത് ക്ലിയർ കൂട്ടിയിട്ടുണ്ടാവുക. അതിന്മേ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് നോക്കിയാൽ അറിയാം ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതാണോ അല്ലേ എന്നുള്ളത്. അത് നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒറിജിനൽ നമ്മൾ ഇട്ട് കൊടുത്ത ഫോട്ടോയും ക്ലിയർ കൂടിയത് തൊട്ടപ്പുറത്തുള്ള ഫോട്ടോയുമാണ്. അതിൽ ആ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ കാണുന്ന ആ ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഫ്രീ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ ക്ലിയർ കൂടി വന്നു. ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് കനോൺ ഈസി ഫോട്ടോ പ്രിൻ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ 3 സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുക. അതിൽ നമുക്ക് തുറന്ന് വരുമ്പോൾ ID ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ എഗ്രി അതേപോലെ സ്കിപ്പൊക്കെ ചെയ്യുക. അതിന് ശേഷം ID ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ടെംപ്ലേറ്റ്സ് വരും. അതിൽ 8 ഫോട്ടോ ഉള്ള ടെംപ്ലേറ്റ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് സമയം ഒരു മിനിറ്റോളം അത് അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ 8 ഫോട്ടോ ഉള്ള ഒരു ചിത്രമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സെലക്ട് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫോട്ടോയിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് ഏറ്റവും അവസാനം എടുത്ത ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ആദ്യമുള്ളത് സൈസ് കുറവ്, പിന്നുള്ളത് സൈസ് കൂടുതൽ. അപ്പോൾ സൈസ് കൂടുതലുള്ള ഏറ്റവും അവസാനത്തെ പിക്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുക. അത് ചില സ്ക്രീനിലേ വരുള്ളൂ, ചിലതിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണമെന്നുവെച്ചെങ്കിൽ ഓക്കെ ഒന്നും വരില്ല. അതിന് ശേഷം നമ്മൾ ഓരോ ഫോട്ടോ 4 എണ്ണം മതി എന്നുണ്ടെങ്കിൽ ഓരോന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 ഫോട്ടോ മാത്രമാക്കും. അതേപോലെ ആഡ് ചെയ്യാനും പറ്റും. താഴെ ഇമേജ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ആ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ സൈസ് അതേപോലെ തന്നെ പേപ്പറിൻ്റെ ടൈപ്പ് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി.